ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു വാനില കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാ കേക്കിനും ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വാനില സ്പഞ്ചിൻ്റെ റെസിപ്പിയാണിത്. ഇതിൽ ഞാൻ പാലോ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാനില സ്പഞ്ച്. മുട്ടയുടെ മഞ്ഞയും വെള്ളമൊന്നും സെപ്പറേറ്റ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ ചെയ്തെടുക്കുന്നതാണ്. ഇനി കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചു വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. 1-2 പ്രാവശ്യം അരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറിലേക്കാണ് അരിച്ചിട്ടിട്ടുള്ളത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹാൻഡ് ബ്ലെൻഡർ അല്ല, കിച്ചൺ മെഷീനിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 8 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരാണ്. കേക്കിൽ മുട്ടയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ബൗൾ ഞാൻ കിച്ചൺ മെഷീനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ സ്പീഡിൽ തന്നെ നന്നായി ബീറ്റ് ചെയ്തിട്ട് ബാറ്റർ നല്ല ഫ്ലഫി ആക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ ഞാൻ കിച്ചൺ മെഷീനിലായതുകൊണ്ടാണ് മുട്ടയും പഞ്ചസാര എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്തത്. ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കരുത്. മുട്ട ആദ്യം ഒന്ന് ചെറുതായി ഒന്ന് പതപ്പിച്ചെടുക്കുക. എന്നിട്ട് പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആക്കിയിട്ടെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ബാറ്ററിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്പാറ്റില വെച്ചിട്ട് കിച്ചൺ മെഷീൻ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇല്ലേ, അത് ഞാൻ ഒന്നുകൂടി അരിപ്പയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിപ്പയിലൂടെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും. ഇനി കുറേശ്ശെ ആയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈവച്ച് സാവധാനം ഫോൾഡ് ചെയ്തെടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. 2-3 തവണകളായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്യുക. എന്നിട്ട് കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും പതയടങ്ങാതെ നല്ലൊരു ബാറ്ററായിട്ട് കിട്ടും. ഒരു കൈ വെച്ച് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് മറ്റേ കൈ കൊണ്ട് ബൗളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടും. ഇപ്പോൾ ലാസ്റ്റ് ബാച്ച് പൊടികളും കൂടി ഇട്ട് കൊടുത്തിട്ട് സാവധാനത്തിൽ തന്നെ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മുഴുവൻ പൊടികളും മിക്സ് ചെയ്തിട്ട് നല്ലൊരു ബാറ്ററായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ 8 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒന്ന് ബട്ടർ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെയും ചുറ്റിലായിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബട്ടർ പേപ്പറിൻ്റെ മീതെ വീണ്ടും ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. 2 കേക്ക് ടിന്നിലും ഈക്വലായിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയം ഞാൻ അവണ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 200 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് 170യിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു 30 to 35 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന അവണ് മോർഫി റിച്ചർഡ്സിൻ്റെ അവണാണ്. ഓരോരുത്തരുടെ അവൻ്റെ ചൂടനുസരിച്ചിട്ട് സമയത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇനിയിപ്പോൾ അത് അവളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ക്ലീനാണ്. അപ്പോൾ ബേക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് ചൂടോടെ തന്നെ ഡിമോൾഡ് ചെയ്യാണ്. ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടോടെ തന്നെ നമ്മുടെ കേക്ക് ടിന്ന് കമഴ്ത്തി കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ അതിൻ്റെ മീതയും ചുറ്റിലൊക്കെ ആയിട്ടുള്ള ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കേക്ക് ടിന്നിൻ്റെ ചുറ്റിലും ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുമ്പോൾ കേക്ക് നല്ല നീറ്റായിരിക്കും. കേക്ക് ലെയർ ചെയ്യുമ്പോൾ ഒരുപാട് ക്രംസും ഉണ്ടാവില്ല. ഇനി ഇത് അപ്പം തന്നെ തിരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ വാനില സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ മറ്റേ കേക്ക് ടിന്നിൽ ഞാൻ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയിട്ടില്ല, ചൂടോടെ തന്നെ ഡിമോൾഡ് ചെയ്തെടുത്താണ്. ഇത് കേക്ക് ടിന്നിലിരുന്നിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗമൊക്കെ ചുരുങ്ങിപ്പോവും. അപ്പോൾ ഈ കേക്കിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും.
ഇതിപ്പോൾ നല്ല കറക്റ്റ് റൗണ്ടിൽ നല്ല നീറ്റായിട്ടുള്ള കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിന് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെയർ ചെയ്യുമ്പോഴും നല്ല സുഖമായിട്ട് ലെയർ ചെയ്യാൻ പറ്റും. ഞാനിത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ കേക്ക് 3 പീസായിട്ട് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്